ഗാസയിൽ ഏകപക്ഷീയമായി വെടിനിർത്തൽ അവസാനിപ്പിച്ച ഇസ്രയേൽ. പുണ്യ റംസാൻ മാസത്തിൽ പാലസ്തീനുകളെ കൂട്ടക്കൊല ചെയ്ത് വീണ്ടും ജൂതരാജ്യത്തിന്റെ ക്രൂരത. ഗാസയിൽ ഇസ്രയേൽ നടത്തിയ കനത്ത വ്യോമാക്രമണത്തിൽ 200 പേർ കൊല്ലപ്പെട്ടു. ഒട്ടേറെ കുഞ്ഞുങ്ങളുടെയും ജീവൻ ഇസ്രയേൽ രക്തദാഹത്തിൽ പൊലിഞ്ഞു. നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. പരിക്കേറ്റവരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റാൻ പോലും ആകാത്ത സാഹചര്യത്തിലാണെന്നും സന്നദ്ധ പ്രവർത്തകരെ ഉദ്ധരിച്ച വാർത്താ ഏജൻസികൾ വ്യക്തമാക്കുന്നു. രാത്രിയോടെയായിരുന്നു ആക്രമണം. അരമണിക്കൂറിനിടെ 35 തവണയാണ് ഇസ്രയേൽ സേന ഗാസയ്ക്ക് മേൽ ആക്രമണം നടത്തി ദൃക്സാക്ഷികൾ പറയുന്നത്. ജനുവരി 19-ന് വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് ശേഷം നടത്തിയ ഏറ്റവും വലിയ ആക്രമണത്തിൽ മരണസംഖ്യ ഇനിയും കൂടുമെന്ന് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഹമാസ് കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്ന് ഇസ്രയേൽ സേന പ്രതികരിച്ചു. രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചയിൽ അനിശ്ചിതത്വം തുടരുന്നതിനിടയിലാണ് ഇസ്രയേലിന്റെ കൂട്ടക്കുരുതി അരങ്ങേറിയത്. പുണ്യമാസത്തിൽ തന്നെ ഇസ്രയേൽ ഏകപക്ഷീയമായി വെടിനിർത്തൽ ലംഘിച്ചു എന്നും ഹമാസ് ആരോപിച്ചു. 2 ആഴ്ചയായി ഗാസയിലേക്കുള്ള സഹായങ്ങൾ ഇസ്രയേൽ തടഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് കനത്ത വ്യോമാക്രമണം നടത്തിയത്. അതിനിടെ ആക്രമണത്തിൽ പ്രതികരണവുമായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും രംഗത്തെത്തി. ചർച്ചകൾ പരാജയപ്പെട്ടതുകൊണ്ടാണ് ആക്രമണം നടത്തിയതെന്നാണ് നെതന്യാഹുവിന്റെ പ്രതികരണം. ഹമാസിനെതിരെ ശക്തമായ നടപടിക്ക് സൈന്യത്തിന് നിർദ്ദേശം നൽകിയെന്നും നെതന്യാഹു വ്യക്തമാക്കി. ഇസ്രയേൽ ബന്ദികളെ മോചിപ്പിക്കാതെയും അമേരിക്കൻ നിർദ്ദേശങ്ങൾ ലംഘിച്ചും പ്രകോപനമുണ്ടാക്കിയത് ഹമാസ് ആണെന്നും നെതന്യാഹു കുറ്റപ്പെടുത്തി. ഗാസയിൽ സൈനിക സാന്നിധ്യം കൂട്ടുമെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. ഗാസയിൽ സമാധാനം കൊണ്ടുവരാൻ നെതന്യാഹുവിന് താല്പര്യമില്ല എന്നും ഹമാസ് നേരത്തെ ആരോപിച്ചിരുന്നു. ഇതിന് മറുപടി എന്നോണമാണ് നെതന്യാഹുവിന്റെ ഈ പ്രസ്താവന. വെടിനിർത്തലിനെ തുടർന്ന് ഗാസ വിട്ടുപോയ ഇസ്രയേൽ സേന തിരിച്ചെത്തുമെന്ന് കൂടി സൂചിപ്പിക്കുകയാണ് നെതന്യാഹു. കൊടും ക്രൂരതയ്ക്ക് ഇസ്രയേൽ ഒരുങ്ങുന്നുവെന്ന് വ്യക്തം. ആക്രമണത്തിന് മുൻപ് ഇസ്രയേൽ ട്രംപുമായി ആലോചന നടത്തിയിരുന്നു എന്നാണ് വൈറ്റ് ഹൗസിന്റെ പ്രതികരണം. ഹമാസിനെയും ഹൂതികളെയും ഇറാനെയും പാഠം പഠിപ്പിക്കുക തന്നെ ചെയ്യുമെന്നും വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലെവിറ്റ് വ്യക്തമാക്കി. ഗാസ സിറ്റി, മധ്യ ഗാസയിലെ അൽ തബീഇൻ സ്കൂൾ, ദക്ഷിണ ഗാസയിലെ അൽ മവാസി മേഖല, ഖാൻ യൂനിസ് എന്നിവ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രയേൽ ആക്രമണം നടത്തിയത്. ഖാൻ യൂനിസിൽ 78 പേർ കൊല്ലപ്പെട്ടു. ഗാസ സിറ്റിയിൽ 20 പേരും മരിച്ചു. ഇസ്രയേൽ നടപടി ഹമാസിന്റെ കൈവശമുള്ള ബന്ദികളുടെ ജീവനും അപകടത്തിലാക്കിയിരിക്കുകയാണ്. ബന്ദികളെ അജ്ഞാതമായ വിധിയിലേക്ക് തള്ളിവിടുകയാണെന്നും നെതന്യാഹുവിന്റെ തീവ്രവാദ സർക്കാരിന്റെ ചെയ്തികളെന്നും ഹമാസ് സോഷ്യൽ മീഡിയയെ പോസ്റ്റ് ചെയ്ത സന്ദേശത്തിൽ പറഞ്ഞു. അറബ് ലോകം പാലസ്തീനെ പിന്തുണയ്ക്കുമെന്നും UN സുരക്ഷാ കൗൺസിൽ അടിയന്തര യോഗം ചേർന്ന് ഇസ്രയേൽ ആക്രമണം നിർത്താൻ പ്രേരിപ്പിക്കുന്ന പ്രമേയം ആവശ്യപ്പെട്ടു. ജനുവരിയിൽ അമേരിക്കയുടെയും അറബ് രാജ്യങ്ങളുടെയും മധ്യസ്ഥതയിൽ ദോഹയിൽ നടന്ന ചർച്ചയ്ക്ക് പിന്നാലെയായിരുന്നു ഗാസയിലെ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നത്. 3 ഘട്ടങ്ങളിലായിട്ട് വെടിനിർത്തൽ നടപ്പിലാക്കണം എന്നായിരുന്നു വ്യവസ്ഥ. തുടർന്ന് ഇസ്രയേലും ഹമാസും ബന്ദികളെ പരസ്പരം കൈമാറിയിരുന്നു. ഇക്കാര്യം പറഞ്ഞ ഇടയ്ക്ക് ഹമാസ് ഉടക്കിയെങ്കിലും പിന്നീട് അനുനയത്തിലേക്ക് വന്നിരുന്നു. ഇതിനിടയ്ക്ക് ബന്ദിമോചനത്തിൽ ഹമാസിന് ട്രംപ് അന്ത്യശാസനവും നൽകിയിരുന്നു. പക്ഷെ പിന്നീട് കണ്ടത് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഹമാസുമായി നേരിട്ട് ചർച്ച നടത്തുന്ന അമേരിക്കയെ തന്നെയാണ്. ഇസ്രയേലിന്റെ ബന്ദികളെ മോചിപ്പിക്കാൻ വേണ്ടിയായിരുന്നു ചർച്ചയെന്നായിരുന്നു ഇക്കാര്യം ട്രംപിന്റെ പ്രതികരണം. അപ്പോഴും വെടിനിർത്തൽ 2ാം ഘട്ടത്തിലേക്ക് പോകുന്നതിൽ അനിശ്ചിതത്വം ഉടലെടുത്തു. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ചില നിർദ്ദേശങ്ങൾ അംഗീകരിക്കില്ല എന്ന ഹമാസ് നിലപാടെടുത്തു. അതാണിപ്പോൾ ഇസ്രയേലിന്റെ ക്രൂരമായ കൂട്ടക്കുരുതിക്ക് കാരണമായിരിക്കുന്നത്. ഹമാസിനെ സമ്മർദ്ദത്തിലാക്കാനാണ് ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും ഈ ക്രൂര നീക്കം. ഇതിനോട് അറബ് രാജ്യങ്ങൾ എങ്ങനെ പ്രതികരിക്കുമെന്നതും ശ്രദ്ധേയമാണ്.